ഹായ് ഓൾ, ഐ+ൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ബാങ്കിങ്ങിൽ സോഷ്യൽ ബാങ്കിങ്ങിൻ്റെ ക്ലാസ്സുകളാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആറാമത്തെ പോയിന്റ്, സോഷ്യൽ ബാങ്കിങ്ങിൻ്റെ ആറാമത്തെ പോയിന്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘങ്ങൾ. ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ നമ്മൾ ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം എന്നും അറിയപ്പെടുന്നു. ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ്. ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. 1992 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അഥവാ ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം വന്നത്. ഇതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തത് നബാർഡാണ് ഇതിന് വേണ്ട ഇനീഷ്യേറ്റീവ് എടുത്തത്. ഇറ്റ് വാസ് ദ മേജർ എഫേർട്ട് ഓഫ് ദ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ദ ബാങ്കിങ് സർവീസ് ടു ദ വീക്കർ ആൻഡ് അൺഓർഗനൈസ്ഡ് പോപ്പുലേഷൻ. അപ്പോൾ അസംഘടിതമായിട്ടുള്ള ജനതയ്ക്കും അതേപോലെ വീക്കർ സെക്ഷൻസിനും വേണ്ടിയിട്ടാണ് സ്വയം സഹായ സംഘങ്ങൾ വന്നത്. ദാറ്റ് ലാക്സ് ദ ആക്സസ് ഓഫ് ഫോർമൽ ബാങ്കിങ്. അപ്പോൾ ഈ പറയുന്ന ഫോർമൽ ബാങ്കിങ്ങിലേക്ക് നേരിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഗ്രാമീണ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്വയം സഹായ സംഘങ്ങൾ വന്നിട്ടുള്ളത്. ഇൻ ഇന്ത്യ ദ മൈക്രോ ഫിനാൻസ് ഈസ് ലിങ്ക്ഡ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഇന്ത്യയിൽ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ആശയം മുഹമ്മദ് യൂനിസ് കൊണ്ടുവന്ന നിങ്ങൾക്കറിയാം. ബാംഗ്ലാദേശിലെ ഒരു ബാങ്കറാണ് മുഹമ്മദ് യൂനിസ്. അദ്ദേഹം കൊണ്ടുവന്നാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ആശയം. അതിനെ ആസ്പദമാക്കിയിട്ട് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുമായി ചേർന്നാണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഈസ് രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ് ഗ്രൂപ്പ്. അപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യപ്പെടാം, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഗ്രൂപ്പുകളും ആകാം. ഓഫ് മൈക്രോ ആൻഡ് എൻ്റർപ്രനേഴ്സ് ഹാവിങ് ഹോമോജീനിയസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ പറയുന്ന സ്വയം സഹായ സംഘങ്ങളിൽ ചേരുന്ന ആൾക്കാർക്ക് ഒരേ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിരിക്കും ഒന്നിച്ച് ചേർന്ന് ഈ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോൾ SHG എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. അതിനെ ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം എന്നും വിളിക്കുന്നു. ഈ ഒരു ആശയം അല്ലെങ്കിൽ ഇത് വന്നത് 1992. ഇത് നബാർഡിൻ്റെ ഇനീഷ്യേറ്റീവാണ്. വീക്കർ ആൻഡ് അൺഓർഗനൈസ്ഡ് പോപ്പുലേഷന് വേണ്ടിയിട്ടാണ്, ഈ പറയുന്ന ഫോർമൽ ബാങ്കിങ്ങിലേക്ക് ആക്സസ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന SHG എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ മൈക്രോ ഫിനാൻസുമായി ചേർന്നാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആവാം, അൺരജിസ്റ്റേർഡ് ആവാം. ഇത്തരത്തിലെ സംരംഭകർ അവർ പ്രത്യേകത വെച്ചാൽ അവർ ഹോമോജീനിയസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിരിക്കും ഇതിലെ അംഗങ്ങളായിട്ട് സാധാരണഗതിയിൽ ഒത്തുചേരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ IRDP.യുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. IRDP.യുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1978. 1978 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് IRDP എന്ന് പറയുന്ന പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഗാന്ധി ജയന്തി ദിവസമാണ്. 2 ഒക്ടോബർ 1980 അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇനി ഇറ്റ് എയിം ടു പ്രൊവൈഡ് ദ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ടു പുവർ റൂറൽ ഫാമിലീസ് ടു ഹെൽപ്പ് ദം ടു ഇൻക്രീസ് ദെയർ ഇൻകം ആൻഡ് ക്രോസ് ദ പോവർട്ടി ലൈൻ. അപ്പോൾ ദാരിദ്ര്യരേഖ അല്ലെങ്കിൽ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗ്രാമീണ ജനതയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന IRDP പദ്ധതി വന്നിട്ടുള്ളത്. IRDP പദ്ധതി ലോഞ്ച് ചെയ്തത് 1978. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് 2 ഒക്ടോബർ 1980 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അതിനകത്ത് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ടു റേസ് ദ ലിവിങ് സ്റ്റാൻഡേർഡ് to raise the living standard in the rural areas by providing the employment and skill development training to the poor. അപ്പോൾ ഗ്രാമീണ മേഖലയിലുള്ള നിർധനരായിട്ടുള്ള ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക, അവർക്ക് വേണ്ട എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് അവൈൽ ചെയ്യുക, അങ്ങനെ അവരുടെ ജീവിത നിലവാരം
വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ടു ചേഞ്ച് ദർ ലിവിങ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുക. ടു ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടർ. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടർ അതേപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉൽപ്പാദനം പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. ദ ബേസിക് എലമെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. പ്രധാനമായിട്ട് നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ ആ റൂറൽ ഡെവലപ്മെൻറ്റിലെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫുഡ്. അതിൽ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസിക് നെസസിറ്റീസ്, ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ്, ബേസിക് ലിറ്ററസി, അതുപോലെ തന്നെ പ്രൈമറി ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ എത്രയാണ് ഇതിനകത്ത് ബേസിക് നെസസിറ്റീസ് ഇൻ ലൈഫ് പറയുന്നത്. ഇനി സെൽഫ് റെസ്പെക്ട്. എവറി പേഴ്സൺ സീക്സ് സം സോർട്ട് ഓഫ് റെസ്പെക്ട്, ഡിഗ്നിറ്റി ഓർ ഓണർ. അപ്പോൾ ഈ പറയുന്ന സെൽഫ് റെസ്പെക്റ്റും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ്. അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മൾ ബേസിക് എലമെൻറ്റ്സ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് 8ാമത്തെ പോയിന്റ്, SCPUP. SCPUPയുടെ ഫുൾ ഫോം സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് അർബൻ പൂവർ എന്നുള്ളതാണ്. ദ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1986 ഓഗസ്റ്റിലാണ് ഈ പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓഗസ്റ്റ് 15-ാം തീയതി. അപ്പോൾ 1986 ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഈ പറയുന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ഓഫ് urban poor for setting up gainful self-employment ventures, micro enterprises suited to the skill training, aptitude and local condition. അപ്പോൾ SCPUPയുടെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് അർബൻ പൂവർ. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1986 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ്. ഇനി ഇത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രോഗ്രാമാണ്. ആർക്ക് വേണ്ടിയിട്ട്? അർബൻ പൂവറിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സെറ്റിംഗ് അപ്പ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മൈക്രോ എൻ്റർപ്രൈസ് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിന് വേണ്ടിയിട്ട് സ്കിൽ ട്രെയിനിങ്ങും ആപ്റ്റിറ്റ്യൂഡും ലോക്കൽ കണ്ടീഷൻസിനെ ആസ്പദമാക്കിയിട്ട് ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് ഫെസിലിറ്റീസ് ഇൻഡിവിജ്വൽസിനോ ഗ്രൂപ്പ്സിനോ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ആണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫോർ അർബൻ പൂവർ നൽകുന്നത്. നെക്സ്റ്റ് വൺ, SEEUY, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസമുള്ള യൂത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇനീഷ്യലി ലോഞ്ച് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് 1983 ഈ സ്കീം വരുന്നത്. SEEUY എന്നാണ് ഈ സ്കീമിൻ്റെ ഷോർട്ട് ഫോം. SEEUY വാസ് ലോഞ്ച്ഡ് വിച്ച് വാസ് റീഡിസൈൻഡ്. ഇത് റീഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവും PMRY സ്കീം എന്ന് പറയുന്ന സ്കീം വന്നിട്ടുള്ളത്. PMRYയുടെ ഫുൾ ഫോം പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ഇത് വന്നത് 1993 PMRY സ്കീം ഡിസ്കണ്ടിന്യൂഡ്. 2007-2008 അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. 2008-2009 ന്യൂ സ്കീം, പുതിയ സ്കീം വന്നു. അതിനെ നമ്മൾ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP എന്ന് വിളിച്ചിരുന്നത്. ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ മെർജിങ്. 2 സ്കീമുകൾ മെർജ് ചെയ്തിട്ടാണ് ഈ സ്കീം വന്നത്. ഏതൊക്കെ സ്കീമാണ്? PMRY പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും അതുപോലെ REGP റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. അത് നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ തന്നെയുള്ള ഇതാണ്. REGP കൂടി ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ഓഫ് എൻകറേജിങ് ദ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയിഡ് യൂത്തിന് എന്താണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, ഇൻഡസ്ട്രി സർവീസ് മേഖലയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പാക്കേജ് അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം വന്നിരിക്കുന്നത്. അപ്പോൾ SEEUY വന്നിരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത ട്രിസം എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഈ റൂറൽ യൂത്തിൽ, ഗ്രാമീണ മേഖലയിലെ യൂത്തിന് എന്ത് കൊടുക്കുക? സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുക.
ദ സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 1979 ട്രിസം എന്ന് പറയുന്ന സ്കീം ലോഞ്ച് ചെയ്തത് ആസ് എ സെപ്പറേറ്റ് നാഷണൽ സ്കീം ഫോർ ട്രെയിനിങ് റൂറൽ യൂത്തിന് സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ് നൽകുന്ന പദ്ധതിയാണ്. ട്രിസം എയിം അറ്റ് പ്രൊവൈഡിങ് ദ ബേസിക് ടെക്നിക്കൽ ആൻഡ് എൻ്റർപ്രനറിയൽ സ്കിൽസ്. അപ്പോൾ ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ സംരംഭത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റർപ്രനർഷിപ്പിന് വേണ്ടിയിട്ടുള്ള സ്കില്ലുകളും റൂറൽ പുവറിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്കാണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കീം നടപ്പിലാക്കിയിരുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഏതൊക്കെ സ്കീമാണ് പറഞ്ഞത്? ഇപ്പോൾ IRDP ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. IRDP പദ്ധതി ലോഞ്ച് ചെയ്തത് 1978 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത് 2 ഒക്ടോബർ 1980 ഇത് ഇറ്റ് എയിം അറ്റ് പ്രൊവൈഡിങ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് program to poor rural families to help the increasing the income and cross the poverty line. അപ്പോൾ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പുവർ പീപ്പിളിന് അവർക്ക് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന IRDP പദ്ധതിയിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് ലിവിങ് സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം വന്നത്. അതുപോലെ ലിവിങ് കണ്ടീഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. ഇനി ബേസിക് എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അതിനകത്ത് അവരുടെ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്സ്, ബേസിക് ലിറ്ററസി, അതുപോലെ പ്രൈമറി ഹെൽത്ത്, സെക്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത നോക്കിയ പദ്ധതിയാണ് SCP-UP ഫുൾ ഫോം സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് അർബൻ പുവർ എന്നുള്ളതാണ്. ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. വർഷം 1986 ഓഗസ്റ്റ് മാസം 15 ഈ ഒരു സ്കീം വന്നത്. ഇത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പ്സിനുമാണ്. പക്ഷേ അർബൻ പുവറിനാണ് എന്ന് വെച്ചാൽ നഗരപ്രദേശത്തിലെ ദാരിദ്ര്യമുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. ഇവിടെ നഗരപ്രദേശത്താണ്, അർബൻ ആണെന്നുള്ള ഓർത്ത് വയ്ക്കുക. അർബൻ പുവറിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് SCP-UP. ഇവിടെ ഗെയിൻഫുള്ളും അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെഞ്ചേഴ്സ് അതുപോലെ മൈക്രോ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും ആപ്റ്റിറ്റ്യൂഡും അതുപോലെ ലോക്കൽ കണ്ടീഷൻസിനെ ആസ്പദമാക്കിയിട്ടുള്ള പരിശീലനങ്ങളൊക്കെ നൽകുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു. ഇനി അടുത്തത് SCEUY ആണ്. ഇത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് യൂത്ത് എന്നാണ് പറയുന്നത്. ഇനി ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇനീഷ്യലി ഈ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1983 പിന്നീട് ഇത് റീഡിസൈൻ ചെയ്ത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയാക്കി. PMRY സ്കീം വന്നത് 1993 PMRY സ്കീം അഥവാ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന വന്നത് 1993 PMRY വാസ് ഡിസ്കണ്ടിന്യൂഡ് ചെയ്തത് 2007-2008 2008-2009 പുതിയ പദ്ധതിയായിട്ട് വന്നു. അത് നെയിംലി പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം അഥവാ PMEGP എന്ന് പറയുന്ന പദ്ധതിയായിട്ട് വന്നു. ഇത് ഈ ഒരു PMEGP എന്ന് പറയുന്ന പദ്ധതി വന്നത് 2 പ്രോഗ്രാമുകൾ മെർജ് ചെയ്തിട്ടാണ്. ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. PMRYയും REGPയും. അപ്പോൾ PMRY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജനയും REGP എന്ന് പറയുന്നത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ആ 2 പദ്ധതികളും കൂടി മെർജ് ചെയ്തിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിരിക്കുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് എൻകറേജിങ് ദ എഡ്യൂക്കേറ്റഡ് എംപ്ലോയ്മെൻറ്റ് യൂത്ത്. അപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നതെന്ന് വെച്ചാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള തൊഴിലില്ലാത്ത യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്. ടു അണ്ടർടേക്ക് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവർക്ക് പുതിയ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനും സർവീസ് മേഖലയിലോ ബിസിനസ് മേഖലയിലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാക്കേജ് അസിസ്റ്റൻസ് നൽകുന്ന പദ്ധതിയായിരുന്നു ഇത്. ഇനി അടുത്തത് ട്രിസമാണ്. ട്രിസം എന്ന് പറയുന്നത് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ റൂറൽ യൂത്ത് അത് ഈ പറയുന്ന ഗ്രാമീണ മേഖലയിലെ ജനതയ്ക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്വയം തൊഴിൽ തുടങ്ങാനായിട്ടുള്ള പദ്ധതിയായിരുന്നു ട്രിസം എന്ന് പറയുന്നത്. ദ സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 1979 സ്കീം ലോഞ്ച് ചെയ്തത്. സെപ്പറേറ്റ് നാഷണൽ സ്കീം ഫോർ ട്രെയിനിങ് റൂറൽ യൂത്ത്. അപ്പോൾ റൂറൽ യൂത്തിന് വേണ്ടിയിട്ടായിരുന്നു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡിങ് ബേസിക് ടെക്നിക്കൽ ആൻഡ് എൻ്റർപ്രനറിയൽ സ്കിൽ. അപ്പോൾ സംരംഭകനാവാനായിട്ടുള്ള കാര്യങ്ങൾ റൂറൽ ജനതയ്ക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നത്. ഇവിടെ
ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയായിരുന്നു ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത്. ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസ് ആണ് അവർ ചെയ്തിരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോസ് എല്ലാവരും ഈ വീഡിയോസ് സോഷ്യൽ ബാങ്കിൻ്റെ ഈ 10 പോയിൻറ്റ്സും വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.